ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ഫ്ലേവറിൽ നമ്മൾ 6 കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 2 kg കേക്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 2 ടയർ കേക്കാണ്. അപ്പോൾ നമ്മളൊന്ന് പിസ്ത ഫ്ലേവറിലും ഒന്ന് സ്ട്രോബെറി ഫ്ലേവറിലുമാണ് കേക്ക് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ഫ്ലേവറിലും ഓരോ മുട്ട വെച്ചിട്ട് 4 കേക്കും 2 മുട്ട വെച്ചിട്ട് 2 കേക്കുമാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള കേക്കാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വെക്കാനുള്ള കേക്ക് 6 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ വെക്കാനുള്ള ടയർ ചെയ്തെടുത്തിട്ടുള്ളത് 4 ഇഞ്ച് പാനിലാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കേക്കിൻ്റെ ഓരോ ലെയറിൻ്റെ മുകളിലും ഹർഷസിൻ്റെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അതുപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള ലെയേഴ്സും കൂടെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ താഴെയുള്ള ടയർ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കേക്ക് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പിസ്ത ഷെയ്ഡ് കളർ വെച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ താഴെയുള്ള കേക്ക് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ വെക്കാനുള്ള ടയറും കൂടെ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുകയാണ്.
അപ്പം നമ്മളിതാ മുകളിൽ വെക്കാനുള്ള കേക്കും ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 2 സ്റ്റിക്കും കൂടെ ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പിസ്ത ഷേപ്പിൽ ഫുൾ കോട്ടിങ് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ പൗഡർ ക്രഷ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ 2 കേക്കിൻ്റെയും മെയിൻ കോട്ടിങ് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ കേക്ക് ഗ്രീൻ വെൽവെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫുൾ കവറായി പോകുന്നത് കാരണം നമ്മൾ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസസൊക്കെ വെച്ചിട്ട് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് മൊത്തം കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ മെയിൻ കോട്ടിംഗ് ഒന്നും നന്നായിട്ട് ക്ലീൻ ആക്കി ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഈ ഒരു കോട്ടിങ് വരുമ്പോൾ മൊത്തം കവറായി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ 2 കേക്കും കേക്കിൻ്റെ പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഗോൾഡൻ പേൾസ് ആഡാക്കി കൊടുത്തിട്ടുണ്ട്, പിന്നെ നെയിംസും സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്ട്രോബെറി ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.